She squats, bare feet splayed out, not graceful, skirt tucked around ankles. Her face is lined and cracked. She looks old, older than anything. She's probably 30. Her hands also are lined and cracked, and awkward, her hair concealed. She prints with a stick laboriously in the wet grey dirt, frowning with anxiety. Great big letters there. It's finished, her first words so far. She squats, bare feet splayed out, not graceful, skirt tucked around ankles. She squats എന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തിയിരിക്കുക. നമ്മൾ കസേരയിലും അല്ല എന്നാൽ നിൽക്കുകയല്ല അത്ത ഒരവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇരിക്കുക. നമ്മുടെ കാലിൻ്റെ ഒരു സപ്പോർട്ടിൽ നമ്മൾ ഇരിക്കുക എന്നുള്ളതിന് പറയുന്ന പേരാണ് സ്ക്വാട്സ്. ദിസ് ഈസ് ദ പൊസിഷനിങ്. ഓക്കെ, ഈ ഒരു ബോഡി പോസ്റ്റിനെയാണ് സ്ക്വാട്സ് എന്ന് പറയുന്നത്. സോ ഈ പിക്ചറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ ഒരു അവളുടെ ഓരോ ബോഡി പൊസിഷനിങ്ങിന് എങ്ങനെയാണെന്ന്, അല്ലേ? സോ ഷീ സ്ക്വാട്സ് bare feet, അവളുടെ കാലുകൾ നഗ്നമാണ്. സ്പ്ലേഡ് ഔട്ട്, അല്പം ചരിഞ്ഞ്. നോട്ട് ഗ്രേസ്ഫുൾ, ആയാസപ്പെട്ട്, അത്ര ഭംഗിയൊന്നുമില്ല, ആയാസപ്പെട്ടിരിക്കുകയാണ് അവൾ. സ്കേർട്ട് ടക്ഡ് അറൗണ്ട് ആങ്കിൾസ്, അവളുടെ ആ ഒരു പാവാട എന്ത് ചെയ്തിട്ടുണ്ട്, അവളുടെ ആ കണങ്കാലിന് ചുറ്റുമായിട്ട് ഞൊറിഞ്ഞു വെച്ചിട്ടുണ്ട്. ഹർ ഫേസ് ഈസ് ലൈൻഡ് ആൻഡ് ക്രാക്ഡ്. ഇനി അവളുടെ മുഖത്തേക്ക് നിങ്ങളൊന്ന് നോക്കിയേ, എങ്ങനെയുണ്ട്? സുന്ദരിയാണോ അവൾ? അല്ല. ഹർ ഫേസ് ഈസ് ലൈൻഡ്, അവളുടെ മുഖം എന്താണ്? വരകളൊക്കെ വീണയാണ്. ക്രാക്ഡ്, ചുക്കിച്ചുളിഞ്ഞ് പൊട്ടി, എന്താണ് അകപ്പാടെ എന്താണ് ഒരു പ്രായം ചെന്ന ഒരു ലുക്ക്. ഷീ ലുക്സ് ഓൾഡ്, അവൾ എങ്ങനെയാ പ്രായം ചെന്ന കണക്ക് തോന്നുന്നു. ഓൾഡർ ദാൻ എനിത്തിങ്, എന്തിനേക്കാളും പ്രായമുള്ളതായി തോന്നുന്നു. ഷീസ് പ്രോബബ്ലി 30. നിങ്ങൾക്കറിയോ അവൾക്ക് എത്ര വയസ്സുണ്ടെന്ന്? ഷീസ് പ്രോബബ്ലി 30, ഏകദേശം 30 വയസ്സ് പ്രായമേ ഉള്ളൂ. നിങ്ങളൊന്ന് നോക്കിയേ, 30 വയസ്സ് പ്രായത്തിൽ നിങ്ങളുടെയും എൻ്റെയും മുഖത്ത് ഇത്രയും വരകളും ചുളിവുകളും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ എന്തായിരിക്കും കാരണം അവളുടെ ഈ ഒരു മുഖത്തിന് ഇത്രയും പ്രായം തോന്നാൻ ഈ 30 വയസ്സിനുള്ളിൽ? അതുമാത്രമാണോ കാര്യം? ഹർ ഹാൻഡ്സ് ആൾസോ ആർ ലൈൻഡ് ആൻഡ് ക്രാക്ഡ് ആൻഡ് ഓക്വേർഡ്. നോക്കിയേ, അവളുടെ കൈകളിലേക്ക് നിങ്ങൾ നോക്കിയേ, ആ കൈകളും എന്താണ്? ആ കൈകളും എങ്ങനെയാ? അവയും വരകളും ചുക്കിച്ചുളിഞ്ഞ് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. കണ്ടാൽ അറപ്പുളവാക്കും. ഓക്വേർഡ്, കണ്ടാൽ അറപ്പുളവാക്കുന്ന രീതിയിലുള്ള കൈകളൊക്കെയാണ്. ഹെർ ഹെയർ കൺസീൽഡ്, അവളുടെ മുടി എന്താണ് മറച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് മുടിയൊക്കെ മറച്ചു നിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു പക്ഷേ അവൾ എന്തായിരിക്കാം? ഒരു വേലക്കാരിയായിരിക്കാം, അല്ലേ? ഷി പ്രിൻസ് വിത്ത് എ സ്റ്റിക്ക്. നോക്കി, അവൾ എന്ത് ചെയ്യുകയാ? ഷി പ്രിൻസ് വിത്ത് എ സ്റ്റിക്ക് ലേബറസ്ലി, വളരെ പണിപ്പെട്ട് അവൾ എന്തോ എഴുതുകയാണ്. എന്തുകൊണ്ടാണ് എഴുതുന്നേ? ആ ഒരു കമ്പ് കൊണ്ട്. ലേബറസ്ലി മീൻസ് വിത്ത് മച്ച് എഫേർട്ട്. ഓക്കെ, സോ അവൾ എന്തോ വളരെ പണിപ്പെട്ട് എഴുതുകയാണ് ആ കമ്പും കൊണ്ട്. എവിടെയാണ് എഴുതുന്നേ? നമ്മളെല്ലാവരും എഴുതിയ തൂവെള്ള പേപ്പറിൽ എഴുതുന്ന കണക്കോ? അല്ലെങ്കിൽ നമ്മൾ ആദ്യാക്ഷരം കുറിച്ച് എവിടെയാണ്? എവിടെയാ? ആ അതെ, എവിടെയാ? നമ്മൾ പച്ചരിയിൽ അല്ലെങ്കിൽ പുഴുക്കലരിയുടെ മുകളിൽ അക്ഷരം എഴുതുന്നതിനായിട്ട് വിജയദശമി ദിനത്തിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? അക്ഷരം എഴുതി. പിന്നീട് നമ്മൾ സ്ലേറ്റിലേക്ക് മാറി. അവിടെ നിന്ന് നമ്മൾ വളരെ മനോഹരമായ ബുക്കുകളിലേക്കൊക്കെ മാറി. നമ്മൾ എഴുതാനായിട്ട് പെൻസിലും പേനയും ഒക്കെ ഉപയോഗിച്ചത്, അല്ലേ? പക്ഷേ ഇവളുടെ അവസ്ഥയൊന്ന് നോക്കിയേ. അവൾ എന്തുകൊണ്ടാണ് എഴുതുന്നത്? വിത്ത് എ സ്റ്റിക്ക്, ഒരു കമ്പ് കൊണ്ട്. എവിടെയാണ് എഴുതുന്നത്? ആ വെറ്റ് ഗ്രേ ഡേർട്ടിൽ, ആ നനഞ്ഞ ആ അഴുക്കിൽ, ആ പൊടി പിടിച്ച് കിടക്കുന്ന അവിടെ ഒരല്പം നനവ് തട്ടിയിട്ടുണ്ട്, അല്ലേ? ആ ഒരു നനഞ്ഞ ആ ചെളിയിലാണ് അവൾ എഴുതുന്നത്. ഫ്രൗണിങ് വിത്ത് ആൻസൈറ്റി, അവളുടെ മുഖത്തേക്കൊന്ന് നോക്കിയേ.
അവളുടെ മുഖത്ത് ആ ആകാംക്ഷ കൊണ്ട് നെറ്റി ചുളിഞ്ഞ് നിൽക്കണം. ഫ്രൗണിങ് മീൻസ് എന്താണ്? നമ്മളുടെ ആ ഒരു നെറ്റി ചുളിഞ്ഞ് നിൽക്കുന്ന ആ ഒരു അവസ്ഥയാണ് പറയുന്നത് ഫ്രൗണിങ്, ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ. ഓക്കെ, അവൾ എന്താ എഴുതിയത് നിങ്ങൾ കണ്ടോ? ഒന്ന് നോക്കിക്കേ. ഗ്രേറ്റ് ബിഗ് ലെറ്റേഴ്സ്, ആ വലിയ അക്ഷരങ്ങൾ. ദേ അവൾ എഴുതി, നോക്കി, ഇറ്റ്സ് ഫിനിഷ്ഡ്. അത് അവൾ എഴുതി കഴിഞ്ഞു. നോക്കി, വലിയ അക്ഷരങ്ങൾ. ഹർ ഫസ്റ്റ് വേർഡ്സ് ഓഫ് ഫാർ, അവളുടെ ജീവിതത്തിൽ അവൾ ആദ്യമായിട്ട് എഴുതുന്ന ആ വാക്കുകൾ. അതെന്താണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം, അല്ലേ? ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.